കായംകുളം പുനലൂർ റോഡിൽ കാറിൽ സാഹസികയാത്ര നടത്തിയ 5 യുവാക്കൾക്കും ശിക്ഷ സാമൂഹിക സേവനം. മാവേലിക്കര ജോയിന്റ് ആർടിഒയുടേതാണ് നടപടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പത്തനാപുരം ഗാന്ധി ഭവനിലും കൂടി 7 ദിവസം സന്നദ്ധ സേവനം നടത്തണം. കഴിഞ്ഞ ഞായറാഴ്ച വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുമ്പോഴാണ് കായംകുളം പുനലൂർ റോഡിൽ ഓടുന്ന കാറിന്റെ 4 വാതിലുകളും തുറന്ന ശേഷം എഴുന്നേറ്റ് നിന്നുള്ള യുവാക്കളുടെ അഭ്യാസ പ്രകടനം. എല്ലാവർക്കും പ്രായം 18-നും 20-നും ഇടയിൽ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കാർ ഓടിച്ച അൽ ഖാലിബിന്റെ ലൈസൻസ് MVD സസ്പെൻഡ് ചെയ്യുകയും കാർ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലാകുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനാണ് ഇവർക്ക് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിലേക്ക് തന്നെ ആദ്യം അയക്കുന്നതെന്ന് മാവേലിക്കര ജോയിന്റ് ആർടിഒ MG മനോജ് പറഞ്ഞു. ഇവരിലൊരു മാറ്റങ്ങൾ വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകണമെന്നുള്ള ഒരു ആലോചന വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന ആർടിഒയോട് ഇത് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി സമ്മതത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഇവർക്കൊരു കമ്മ്യൂണിറ്റി സർവീസ് നൽകുന്നതിനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അടുത്ത തിങ്കളാഴ്ച മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലോ അതുതന്നെ ഓർത്തോ വിഭാഗത്തിലോ ഇവർക്ക് 4 ദിവസം ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൂറനാട് സ്വദേശികളായ ഡ്രൈവർ അൽ ഖാലിബ് ബിൻ നസീർ, അഫ്താർ അലി, ബിലാൽ നസീർ, മുഹമ്മദ് സജാസ് എന്നിവർക്കാണ് ശിക്ഷ. ഇവരുടെ മാതാപിതാക്കളുമായി ആലോചിച്ച ശേഷമാണ് ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത്. ഇവർക്കൊപ്പം മറ്റു 2 വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയവർക്കെതിരെയും പോലീസും MVDയും നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. 24 ആലപ്പുഴ.